ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് അഡിയോസ് അമിഗോ എന്ന് പറയുന്ന സിനിമയാണ് കണ്ടത്. സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില യാത്രകളിലാണ് നമ്മുടെ ജീവിതത്തിലെ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയാറുണ്ട്. സോ അത്തരത്തിലൊരു യാത്രയാണ് ഈ സിനിമ. ഒരു ഉള്ളവൻ ഇല്ലാത്തവൻ എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ്, രണ്ട് ഏരിയ എന്ന് വരുന്ന രണ്ട് ആൾക്കാർ, അവരുടെ ജീവിതത്തിൽ അവർ രണ്ടുപേരും കൂടെ കണക്ട് ആവുന്ന ഒരു ഏരിയ, അവിടെ നിന്ന് സംഭവിക്കുന്ന ഒരു യാത്ര. ഇതാണ് സിനിമയുടെ ആകെയുള്ള ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഈ ഒരു യാത്രയിലൂടെ നമ്മളെ കൊണ്ടുപോകുന്ന ചില ഏരിയാസ് ഉണ്ട്. അത് അവരുടെ ഇമോഷൻസ് ആണെങ്കിലും ആ കഥാപാത്രങ്ങളുടെ ജീവിതമാണെങ്കിലും അവരിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ ഈ സിനിമയിൽ നൈസായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ നൈസായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്, അതിനെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഔട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ചില നെഗറ്റീവ്സ് ഉണ്ട്. അത് ആദ്യം തന്നെ പറയണം. കഥാപാത്രങ്ങളും ഓഡിയൻസും ആയിട്ടുള്ള ഒരു കണക്ഷൻ പലയിടങ്ങളിലും മിസ്സിംഗ് ആണ്. അതായത് ഒരു കഥാപാത്രം, ഇപ്പോൾ ആസിഫ് അലിന്റെ ഒരു കഥാപാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കഥാപാത്രവും ഓഡിയൻസുമായിട്ട് കണക്ട് ആയി വരുമ്പോഴത്തേക്ക് ഇയാൾ എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നതിൻ്റെ ഒപ്പം തന്നെ ഇയാൾ എന്തായിരുന്നു എന്താണ് എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമാക്കുന്നില്ല. ആ ഒരു സംഭവം ഇങ്ങനെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഭയങ്കര മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അവസാനം ആകുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇയാൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. പക്ഷെ അതിന്റെ ഒരു അറ്റവും വാലും മുറിയും ഇല്ലാതെയൊക്കെ പോയി എന്ന് നമ്മൾ പറയാറില്ലേ, ആ ഒരു രീതിയിൽ അങ്ങ് ആയിപ്പോയി ചില ഇടങ്ങളിൽ. അതുപോലെ തന്നെയാണ് സുരാജിന്റെ ഒരു കഥാപാത്രം. നമ്മൾ കാണാത്ത കുറെ കഥാപാത്രങ്ങൾ ഫോണിൽ ശബ്ദങ്ങളായിട്ട് മാത്രം വരുന്നുണ്ട്. അങ്ങനെ ആ കഥാപാത്രങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെയൊക്കെ ചില ഏരിയാസിൽ ഓക്കെ ആയിരുന്നു, പക്ഷെ ചില ഏരിയാസിൽ നമ്മൾ ഓക്കെ അല്ലാതായി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കഥാപാത്രങ്ങളും ഓഡിയൻസുമായിട്ടുള്ള കണക്ഷൻ എവിടെയൊക്കെയോ ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ഗ്രാഫ് ഉണ്ട്, ഒരു കേറിയൊരു പോക്കാണ്. ആ പോക്ക് സഡനായിട്ടൊരു ഒറ്റ താഴ്ചയിലോട്ട് പോയിട്ട് പിന്നെ ഇങ്ങനെ കയറി പെതുക്കെ 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 ഇങ്ങനെ കയറി വരുള്ളൂ. അപ്പൊ ചില ഇടങ്ങളിലുള്ള ഒരു ഗ്രാഫ് താഴ്ച ഒരു ലാഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നും ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് വൈസ് ഇവർ രണ്ടുപേരുടെയും കോമ്പോസ് നൈസാണ്. അതായത് സുരാജ് ഏട്ടനെ ആണെങ്കിലും അതുപോലെ തന്നെ ആസിഫ് ഖാന്റെ ആണെങ്കിലും രണ്ടുപേരുടെ ക്യാരക്ടേഴ്സ് കണക്ട് ആവുന്ന ഏരിയാസും അവർ പിന്നീട് അങ്ങോട്ട് അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംഭവങ്ങളൊക്കെ വളരെ കിടിലുമാണ്. പ്രത്യേകിച്ച് ആസിഫ് അലിന്റെ കാര്യം എടുത്ത് പറയണം. കാരണം പുള്ളി ഒരു കിടിലൻ ആക്ടറാണ്. പുള്ളിയുടെ സ്ക്രിപ്റ്റ് വൈസ് സെലക്ഷനിലുള്ള ചില പാളിച്ചകൾ എടുത്ത് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുള്ള ഒന്നും അത്ര മോശമൊന്നുമില്ല. പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഗംഭീര ആക്ടറാണ്. അത് പുള്ളിക്കാരൻ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. നല്ല സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ കിടിലമായിട്ട് പെർഫോം ചെയ്യാനുള്ള ഏരിയാസ് കിട്ടും. അതൊക്കെ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഇമോഷൻ അല്ലെങ്കിൽ ഒരു വിഷമം എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ ചിലതൊക്കെ നമ്മൾ ആസിഫ് അലിയിലൂടെ തന്നെ കണ്ടിട്ടുണ്ട്. അതൊക്കെ പുള്ളിക്കാരന് മാത്രം പറ്റുന്ന ചില കഴിവുകളാണ്. പക്ഷേ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ചില സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്ത് ആ ഒരു ഏരിയാസിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ആ ഒരു ജനപ്രീതി ഓഡിയൻസുമായിട്ടുള്ള ഒരു അകൽച്ച സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഇനിയും മാറ്റിയെടുക്കേണ്ടത് ആസിഫ് അലി എന്ന് പറയുന്ന ഒരു അഭിനേതാവ് തന്നെയാണ്. പുള്ളിക്കാരന് പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട്. അത് കിടിലമായിട്ട് ചെയ്യാൻ അങ്ങേർക്ക് പറ്റും എന്നുള്ളത് അങ്ങേര് തെളിയിച്ചിട്ടുള്ളതാണ്. ഇനിയും അദ്ദേഹം അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത്രയും പറഞ്ഞത്. അടുത്തതായിട്ട് പറയേണ്ടത് സുരാജ് വെഞ്ഞാറമൂടിനെ കുറിച്ചാണ്. പുള്ളിക്കാരൻ്റെ ഒരു മസിൽ പിടിച്ചുള്ള ഒരു അഭിനയം, അത് എനിക്ക് തോന്നുന്നു കുറച്ച് മുമ്പ് ഇറങ്ങിയ സിനിമകളിലൊക്കെയും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂസിലൊക്കെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ ഈ മസിൽ പിടിച്ചുള്ള അഭിനയമൊക്കെ വിട്ടിട്ട് സിമ്പിളായിട്ട് പുള്ളിക്കാരനെ പറ്റുന്ന ആ ഒരു ഈസിനെസ് ഉള്ള കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അങ്ങേർക്ക് ഇനിയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. സോ ഈ സിനിമയിൽ അങ്ങനെ ഒരു സുരാജേട്ടനെ കാണാൻ പറ്റി. അത് ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെ കോമ്പോസും അത് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയൊക്കെ അവർ രണ്ടുപേരും കറക്റ്റായിട്ട് ആ സ്ക്രീനിൽ നിറഞ്ഞാടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ അനഘയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളിക്കാരി ഈ സിനിമയിൽ ഒരു ഹൈലൈറ്റ് എലമെന്റ് ആണ്. പക്ഷെ ആ എലമെന്റ് ഒരു ട്രേഡ് മാർക്ക് ആവുക എന്ന് പറയുന്ന ആ സിനിമയെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു ഘടകമാണ്. പുള്ളിക്കാരി ഗംഭീരമായിട്ട് അത് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഏരിയ സത്യം പറഞ്ഞാൽ ഇമോഷണലി എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. എനിക്കും ആ ഇമോഷൻ കറക്റ്റായിട്ട് വർക്കായി. അത് അവരുടെ പെർഫോമൻസിൻ്റെ ബലം തന്നെയാണ്. സോ സൂപ്പർ. അവർക്ക് ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. കാരണം ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അവിടെ. അത് സൂപ്പറായിരുന്നു. അത് മനസ്സിൽ തട്ടിക്കാൻ അവർക്ക് പറ്റി. അത് അവരുടെ കഴിവ് തന്നെയാണ്. അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്ക, പുള്ളിക്കാരൻ്റെ ഒരു വൈബ്രേഷൻ അറിയാമല്ലോ. ചെറിയൊരു ക്യാമിയോ ആണെങ്കിൽ പോലും പുള്ളിക്കാരൻ അവിടെ വരുന്നു. പുള്ളിക്കാരൻ്റെ ആ ഒരു ഏരിയാസ് പുള്ളി കൃത്യമായിട്ട് ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് വൈസ് കുഴപ്പമില്ലാത്തൊരു സിനിമ, നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന കുറേ ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു യാത്ര എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു യാത്ര. സിനിമയുടെ ഒരു ടോട്ടൽ കോർ എലമെന്റ് ഡയലോഗ് അതിൽ സുരാജേട്ടൻ തന്നെ പറയുന്നുണ്ട്. ഉള്ളവൻ എവിടെയൊക്കെ ആണെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഉള്ളിടത്ത് തന്നെ വന്ന് ചേരും. പക്ഷെ ഇല്ലാത്തവനാണെങ്കിലോ അവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ ഒരു വാക്കുകളിലെല്ലാം ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ സിനിമയിൽ രണ്ട് കഥാപാത്രങ്ങളും രണ്ട് തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ്. പക്ഷെ ആ പ്രതീക്ഷിക്കുന്ന ചില സംഭവങ്ങളെ ചിലയിടങ്ങളിൽ നമ്മൾ വിചാരിക്കാം ഇവിടെ അത് സംഭവിക്കും, പക്ഷെ അത് സംഭവിക്കില്ല. അതാണ് സിനിമയുടെ ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്നിടത്ത് അത് സംഭവിക്കാതെ മറ്റൊരു ഇടത്തേക്ക് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുക, അങ്ങനെ ആ കഥയെ കൊണ്ടുപോവുക. സോ ടോട്ടലി നിങ്ങൾക്ക് തിയേറ്ററിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ തിയേറ്ററിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത വൺ ടൈം വാച്ചബിളിന് പറ്റിയ നൈസായിട്ടുള്ള ഒരു മൂവിയാണ് അഡിയോസ് അമിഗോ. കൂടുതൽ സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു സിമ്പിൾ ഒരു പടം കാണാൻ പോവുകയാണെന്ന് കരുതിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അതുപോലെ തന്നെ സിറ്റുവേഷണൽ കോമഡികളൊക്കെ നൈസാണ്. എസ്പെഷ്യലി
ഒരു ഹോട്ടൽ മുറിയിലും സുരായുടെ കുളിക്കുന്ന സീനൊക്കെ ഗംഭീര നൈസ് ഐറ്റമായിരുന്നു. ഇപ്പൊ എൻ്റെ പിറകെ ഇരിക്കുന്ന ഫാമിലിയിൽ നിന്ന് വന്ന ഒരു അമ്മയൊക്കെ ഉണ്ടായിരുന്നു, അവർ ഭയങ്കരമായിട്ട് ചിരിക്കുന്നതൊക്കെ കേൾക്കാൻ പറ്റി. സോ അതൊക്കെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ദ്വയാർത്ഥം പിടിച്ചിട്ടുള്ള കോമഡികളെക്കാൾ ഉപരി ആ ഒരു സിറ്റുവേഷനിൽ സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഏതൊരു സാധാരണക്കാരനും ഒരുപക്ഷെ സംഭവിച്ചേക്കാവുന്ന ചില ഏരിയാസ് ഒക്കെയാണ്. പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ട്, അതൊക്കെ അടിപൊളിയായിട്ട് സിറ്റുവേഷനിൽ കോമഡികൾ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചിലയിടങ്ങളിലെ ലാഗ് ഒഴിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നൈസ് ആയിട്ടുള്ളൊരു മൂവിയാണ്. സോ ഒരു ഫീൽ ഗുഡ് ടച്ചിന് പറ്റിയ എല്ലാ സാധനങ്ങളും ഉള്ള, ഇമോഷണലി, റൊമാൻറ്റിക്കലി ആൻഡ് എങ്ങനെ നോക്കിയാലും നൈസ് ആയിട്ടുള്ളൊരു പടം. ചിലയിടങ്ങളിൽ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു, അത് എന്തിനായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഒരു പടം അല്ലേടേ, ഒരു പാട്ടൊക്കെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രസന്റ് ചെയ്ത പോലെ ഫീൽ ചെയ്തു. ബട്ട് ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ മൂവിയാണ്. അങ്ങനെ ഒരു മൈൻഡിലാണ് നിങ്ങൾ തിയേറ്ററിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. സോ ഇൻ ഷോർട്ട് മല്ലി ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3/5 ആണ്. അഭിപ്രായങ്ങൾ വ്യക്തിപരം, സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറ്റുള്ളവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ സപ്പോർട്ട് ഉണ്ടാകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. എനിവേ കൂടുതലൊന്നും പറയാനില്ല. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ കൂടുതൽ ഒന്നും പറയാനില്ല. പുതിയ വീഡിയോസ് ഇട്ട് വീണ്ടും കാണാം. അതുവരേക്കും